മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ യാത്ര 2 അല്ല, ജഗൻമോഹൻ റെഡ്ഡിയുടെ YSRന്റെ യാത്ര 2 ഈ സിനിമ ഇന്ന് ബോക്സ് ഓഫീസിൽ ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളിൽ മികച്ച രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ റിലീസ് ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ സോഷ്യൽ മീഡിയകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പലരുടെയും കമൻസുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ആ രീതിയിലാണ്. ഇന്ന് കൂടുതൽ വൈകുന്നേരമായപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ സിനിമ ഒരു പോസിറ്റീവ് റെസ്പോൺസിലേക്ക് തന്നെ പോയതായിട്ട് കാണാൻ കഴിയുന്നു. അത് ഉറപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ കളക്ഷനിലും വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. യാത്ര 2വിൻ്റെ ബോക്സ് ഓഫീസിൽ നിന്നുള്ള ഗംഭീര യാത്ര ആരംഭിച്ചു. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമായിട്ട് സിനിമ 2.5 കോടിക്ക് മുകളിൽ ഷെയർ നേടിയതായും 5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയതായിട്ടുമാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. ലോകമെമ്പാട് നിന്നും 6 കോടിക്ക് മുകളിലായിരിക്കും സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. നോർത്ത് അമേരിക്കയിൽ നിന്ന് പ്രീമിയറിൽ നിന്ന് മാത്രമായിട്ട് 88 ലൊക്കേഷനിൽ നിന്ന് $59,877 സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഏകദേശം 49 ലക്ഷത്തോളം രൂപ. അതായത് 1 കോടിക്ക് മുകളിൽ അവിടെ നിന്നുണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് അറിയാൻ കഴിയുന്നത്. അത് ഇനിയിപ്പോൾ നാളെ കാര്യങ്ങളായിട്ടൊക്കെ അറിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് 6 ഒരു പക്ഷേ അതിൻ്റെയൊക്കെ മുകളിലേക്ക് സിനിമ പോകും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഈ ഒരു മമ്മൂട്ടി സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ മമ്മൂട്ടി കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. YSR ആയിട്ട് തന്നെ മമ്മൂട്ടി അവിടെ എത്തുമ്പോൾ അവിടെ അവരുടെ ജനങ്ങൾ ആർപ്പ് വിളിക്കുന്നത് വീണ്ടും അവരുടെ YSRനെ കാണുന്നു എന്നുള്ള ലെവലിൽ തന്നെയാണ്. തെലുങ്ക് ജനത ഇളകി മറിയുന്ന YSRനെ കാണാൻ തന്നെയാണ്. ഒപ്പം ജഗൻമോഹനായി ജീവയും എത്തുമ്പോൾ അവിടെയും ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെ. എന്താണ് യാത്ര 2 നിർത്തിയത്, തുടങ്ങിയെടുത്ത് നിന്ന് നിർത്തിയത്, അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന യാത്ര 2 എന്ന് പറയുന്നത്. യാത്ര എന്ന സിനിമ അത്രത്തോളം ഗംഭീരമായ ഇമ്പാക്റ്റാണ് തെലുങ്ക് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയെങ്കിൽ യാത്ര 2ഉം തീർച്ചയായും അതിന് മുകളിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഈ സിനിമയുടെ ബഡ്ജറ്റും കാര്യങ്ങളും ഒന്നും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു രാഷ്ട്രീയ സിനിമയാണ്. അപ്പോൾ നമുക്ക് ഏറെക്കുറെ അറിയാം എങ്ങനെയായിരിക്കും ഈ സിനിമ. അവിടെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റോ ഒന്നും തന്നെ ഒരു പ്രശ്നമല്ല. മമ്മൂട്ടി എന്ന നടന് മാത്രമായിട്ട് 14 കോടിയോളമാണ് അതിൻ്റെ റെന്യൂമറേഷൻ കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നതായിട്ട് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പത്രങ്ങളിൽ നിന്ന് വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിയുന്നു. അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതൊരു നമുക്കറിയാം ഏത് റേഞ്ചിൽ പോകുന്ന സിനിമയായതുകൊണ്ട് ബഡ്ജറ്റ് ഇതിന് തീരെയും പ്രശ്നമല്ല. കളക്ഷൻ്റെ കാര്യവും അവർക്കതൊരു പ്രശ്നമല്ല. കാരണം ഇതിൻ്റെ ധാരണ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ വ്യക്തമാണ്. യാത്ര എന്ന സിനിമ ഇറങ്ങുമ്പോൾ അത് എങ്ങനെ അല്ലെങ്കിൽ എന്തിനിറങ്ങിയെന്നറിയില്ലെങ്കിൽ ഇന്ന് ഈ ഒരു ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഈ സിനിമ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും മമ്മൂട്ടി തെലുങ്ക് ദേശത്തിൽ ഒരു ചലനമുണ്ടാക്കിയ വ്യക്തിയാണെങ്കിൽ വീണ്ടും ഒരു ചലനമുണ്ടാക്കാൻ അദ്ദേഹം തന്നെ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതാണ്. ഇത്രത്തോളം ഘനഗംഭീരന്മാരായ താരങ്ങൾ അവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് മമ്മൂട്ടി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരു വാക്ക് തന്നെയുള്ളൂ, അവർക്കും ഒരു വാക്ക് തന്നെയുള്ളൂ. ഏതൊരു ചരിത്ര പുരുഷനെയും അഭ്രപാളികളിൽ എത്തിക്കണമെങ്കിൽ, അവരുടെ ആരാധകർക്ക് മനം നിറഞ്ഞൊന്ന് കാണണമെങ്കിൽ ഇന്ത്യയിൽ ഒരു നടനേ ഉള്ളൂ. അതിപ്പോൾ അംബേദ്കർ ആണെങ്കിലും അയ്യങ്കാളി ആണെങ്കിലും മമ്മൂട്ടി തന്നെയുള്ളൂ. ഇനി അതല്ല കാലങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പഴശ്ശിരാജയാണെങ്കിലും ചതിയൻ ചന്തു ആണെങ്കിലും മമ്മൂട്ടി തന്നെയുള്ളൂ. അത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണവും. റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത ഒരു നടൻ എന്ന് തന്നെ പറയാം. ബാക്കി ആർക്കും ഏത് വേഷവും എങ്ങനെയും അഭിനയിക്കാമെങ്കിൽ മമ്മൂട്ടി ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ പിടിക്കാൻ എങ്ങനെയെങ്കിലും അഭിനയിച്ചു പോകാമെന്നല്ലാതെ അതേപോലെ ഒരു ക്യാരക്ടർ ആവില്ല എന്നുള്ളത് തന്നെയാണ്. അത് മനസ്സിലാക്കുന്ന ഇന്ത്യൻ സിനിമാ ലോകം അദ്ദേഹത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തെ തന്നെ ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ കളക്ഷൻ റിപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിലേക്ക് സിനിമയുടെ കളക്ഷൻ ഉയരുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇന്ന് വ്യാഴാഴ്ചയായിരുന്നു. വെള്ളി, ശനി, ഞായർ വരുമ്പോഴത്തേക്ക് ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് വരാൻ പോകുന്നത്. ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളല്ല. കാരണം ഇതൊരു തെലുങ്ക് സിനിമ ആയതുകൊണ്ട് അവിടുത്തെ കളക്ഷൻ ഡീറ്റെയിലുമാണ്. ഇവിടെ അതിൻ്റെ വേറെ സോഴ്സൊന്നുമില്ല. തെലുങ്ക് ചാനലുകളിൽ നിന്നും അവിടുത്തെ വിശ്വസനീയമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നുമാണ് നമുക്ക് ഈ ഒരു ഡാറ്റ കിട്ടിയിരുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ മുകളിലായിരിക്കാം അല്ലെങ്കിൽ ഇതിനോട് അടുത്ത് തന്നെ ആയിരിക്കാം ഇതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.